സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ ശക്തമായ കടലേറ്റമുണ്ടായി. നിരവധി വീടുകളിലേക്ക് കടൽ തിരമാലകൾ ആഞ്ഞടിച്ചു വന്ന വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താണ് ഈ കടലേറ്റത്തിന് കാരണമെന്ന് പരിശോധിച്ചാൽ കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് ഈ കടലേറ്റത്തിന് കാരണം. ഈ കള്ളക്കടൽ പ്രതിഭാസം എന്താണ് എന്ന് നോക്കാം. കാലാവസ്ഥയിൽ വലിയ പ്രശ്നമില്ലാത്ത സമയത്തുണ്ടാകുന്ന കടലേറ്റമാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് അല്ലെങ്കിൽ മൺസൂൺ കാലത്തിന് മുൻപായാണ് ഈ കള്ളക്കടൽ ഉണ്ടാകുന്നത്. വടക്കേ അർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്തായും വിശാലമായ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശത്തായുമാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നത്. കേരളത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ വലിയൊരു പ്രത്യാഘാതം കേരളത്തിലേക്ക് എത്തുന്നില്ല. കള്ളക്കടൽ അഥവാ സെൽ സർജ് എന്നാണ് ഈ പ്രതിഭാസം പറയപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ സെൽ സർജ് എന്ന് പറയുന്ന പേരായിരുന്നു ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനുണ്ടായിരുന്നത്. പിന്നീട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇട്ട പേരാണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്നത്. ഈ പേരിന് 2012 മുതൽ യുനെസ്കോ അംഗീകാരം നൽകി. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് കടൽ വന്ന് കരയെ വിഴുങ്ങുന്നതുകൊണ്ടാണ് കള്ളക്കടൽ എന്നൊരു പേര് ഈ പ്രതിഭാസത്തിന് നൽകിയത്. കടൽ വന്ന് കരയെ വിഴുങ്ങുക എന്ന് പറയുമ്പോൾ സുനാമിയോളം ഒരു പ്രത്യാഘാതം ഈ പ്രതിഭാസത്തിന് ഉണ്ടാകില്ല. എന്നാൽ അത്ര നിസ്സാരക്കാരനല്ലതാനും. എങ്ങനെയാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നതെന്ന് പരിശോധിക്കാം. നടുക്കടലിൽ വിദൂരമായി ഉണ്ടാകുന്ന ഒരു കൊടുങ്കാറ്റാണ് ഇതിന് കാരണം. 30 ഡിഗ്രി അക്ഷാംശ വൃത്തത്തിലെ കൊടുങ്കാറ്റ് ഈ കള്ളക്കടൽ ഒരുക്കുന്നുണ്ട്. ഇത് ശക്തമായ കാറ്റ് വടക്കോട്ട് ശക്തി കുറയാതെ തന്നെ സഞ്ചരിച്ചാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ വേഗത്തിലുള്ള കാറ്റ് തിരയെ ശക്തമായി ഉയർത്തുകയും അങ്ങനെ ഈ കള്ളക്കടൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ആദ്യം തീരത്ത് കടലിറക്കവും പിന്നീട് ഇത് കടലേറ്റമായും അനുഭവപ്പെടും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു പലയിടങ്ങളിലും കടൽ ഉള്ളിലോട്ട് വലിഞ്ഞു എന്ന്. അപ്പോൾ അത് ഇതിന്റെ ഒരു കാരണമാണ്. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഒരു ലക്ഷണമാണ് ഈ കടൽ ഉള്ളിലോട്ട് വലിയുന്നത്. കാറ്റോ പേമാരിയോ കരയിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കരയിലിരുന്നു കൊണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസം മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. കാറ്റോ പേമാരിയോ കരയിലേക്ക് എത്തുന്നില്ല. കൂടാതെ 3 ദിവസം വരെ ഈ കള്ളക്കടൽ പ്രതിഭാസം തുടരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായി. 2 ദിവസം കൂടി കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. 2015 മുതൽ 2015-16 മുതൽ ഇന്ത്യക്ക് പ്രവചിക്കാൻ ഒരു സംവിധാനമുണ്ട്. ഈ കള്ളക്കടൽ പ്രതിഭാസം മുൻകൂട്ടി പ്രവചിക്കാനുള്ള സംവിധാനം 2015-16 മുതൽ തന്നെ ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വേനൽ കടലിലും കരയിലും ഉണ്ടാക്കിയ താപവ്യത്യാസമാണ് ഇത്തവണത്തെ ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസത്തിന് കാരണം. സുനാമിയോളം പ്രത്യാഘാതം ഈ ഒരു പ്രതിഭാസം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും അത്ര നിസ്സാരക്കാരനല്ല. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുക തന്നെ വേണം.